ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം. ലാലൂർ ദേവസ്ഥാനത്താണ്. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാന മൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇന്ന് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കോള് വന്നു. അത് ടൈപ്പ് ചെയ്ത് വാട്സാപ്പൊക്കെ ആണെങ്കിൽ നമുക്കത് വാട്സാപ്പിലൊക്കെ ആണെങ്കിൽ നമുക്കത് സ്ക്രീൻഷോട്ട് ഇടാൻ പോയിരുന്നു. ഇതിപ്പോൾ അതിന് നിവൃത്തിയില്ല. അതായത് ബോട്ട് ടീമിലാണ്, ദുബായിലുള്ള ഒരാളാണ് എന്നെ വിളിച്ചത്. സ്വാമി, ഞാനൊരു ആളെ നമ്പർ കൊടുത്തിട്ട് സ്വാമി എന്നെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊരു വശ്യകർമ്മത്തിൻ്റെ ആവശ്യമായിരുന്നു. സ്വാമി അത് എന്തൊക്കെ ഒഴിവുകൾ പറഞ്ഞ് കൃത്യമായിട്ടൊരു ഒഴിവുകളൊക്കെ അല്ലാത്ത ഒരു ഒഴിവുകൾ പറഞ്ഞിട്ട് അവരെ ഒഴിവാക്കിയെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ പേര് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കാര്യം നടന്ന ഒരു വിശ്വാസത്തിൽ, ഒരു ദേവസ്ഥാനത്ത് എൻ്റെ ഒരു കാര്യം നടന്ന വിശ്വാസത്തിലാണ് ഞാൻ അവർക്ക് നമ്പർ കൊടുത്തത്. ആ ഒരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് വിളിച്ചത്. എന്നിട്ട് പോലും സ്വാമി ആ വിശ്വാസം ഉണ്ടായിട്ട് പോലും അവരുടെ കാര്യം ഏറ്റെടുത്തില്ല, അതിനൊരു ഒഴിവുകൾ പറഞ്ഞ് ഒഴിവാക്കിയെന്നാണ്. അത് ഞാൻ വിട്ടു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എൻ്റെ പേര് പറഞ്ഞത് കൊണ്ടാണോ ഇനി ഞാൻ ദക്ഷിണയിൽ വല്ല കുറവ് വന്നിട്ടാണോ അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. അത് വിചാരിച്ചിട്ട് ഞാൻ വേറൊരാളും കൂടി കഴിഞ്ഞ ദിവസം ഞാൻ നമ്പർ കൊടുത്തിട്ട് എൻ്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനും വശ്യകർമ്മം തന്നെയായിരുന്നു. അദ്ദേഹത്തിനും സ്വാമി ഓരോ ഒഴിവുകൾ പറഞ്ഞിട്ട് വിട്ടു എന്നാണ് ആളെന്നോട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ സ്വാമിയോട് ചോദിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാണ്ടാണ്, അതാണ് വാട്സാപ്പിൽ ഇടാതിരുന്നതും അതാണ്. അതായത് നേരിട്ട് തന്നെ വിളിക്കണമെന്ന് എനിക്കൊരു തോന്നിയിട്ട് അതാണ് ഞാൻ നേരിട്ട് തന്നെ വിളിച്ചത്. അപ്പോൾ ആൾക്ക് ഞാൻ അതിൻ്റെ വിശദമായിട്ടുള്ള മറുപടികളൊക്കെ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ വശ്യകർമ്മത്തിനെ കുറിച്ചൊന്നും ഇപ്പോൾ വീഡിയോ ഇടാറില്ല. എനിക്ക് തോന്നുന്നു ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ കർമ്മത്തിൻ്റെ വീഡിയോകൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വശ്യകർമ്മത്തിൻ്റെ വീഡിയോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഇടേണ്ടതായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ഇടാതെ മനഃപൂർവ്വം തന്നെയാണ്. അതായത് വശ്യകർമ്മം എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ലത്. അതായത് വശമായിട്ടിരിക്കാത്ത ഒരാളെ നമ്മളെ വശമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കർമ്മമാണത്. മനസ്സിലായ? അത് നിസ്സാരമായിട്ടൊക്കെ പലരും പറയണ കേൾക്കാം. വശ്യകർമ്മം പുഷ്പാഞ്ജലി നടത്തി വശ്യകർമ്മത്തിന് 101 രൂപ കൊടുത്ത് പുഷ്പാഞ്ജലി ഉണ്ട് വശ്യം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഓരോ വിശ്വാസങ്ങളൊക്കെ ആണല്ലോ. ഇത് ഒരു വിശ്വാസത്തിൻ്റെ ലോകമെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത് തന്നെയാണ്, അതിലും പറയാനുള്ളൂ. ലാലൂർ ദേവസ്ഥാനത്തിനെ കുറിച്ചാണ് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ പറ്റുക. പലരും വശ്യകർമ്മത്തിന് പല രീതിയിലുള്ള പൈസ വാങ്ങിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം. 5000 വാങ്ങിക്കുന്നവരുണ്ട്, 15000 വാങ്ങിക്കുന്നവരുണ്ട്. പലരും എൻ്റെ അടുത്ത് പറയും, സ്വാമി ഞാൻ അയാളുടെ അടുത്ത് പോയിട്ട് അത് ഇത്ര വാങ്ങിച്ചു ഇങ്ങനെ വാങ്ങിച്ചു എന്ന്. പിന്നെ വശ്യകർമ്മം എന്ന് പറയണതേ പ്രധാനമായിട്ടും ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് കർമ്മമൊക്കെ ചെയ്ത് കാശ് ചിലവാക്കി കർമ്മമൊക്കെ ചെയ്ത് അത് നടക്കാണ്ട് വന്നിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പണം നഷ്ടം വന്നിരിക്കുന്ന ഒരാളാണ്. അവരെ കാര്യം നടന്നിട്ടില്ല, ചിലപ്പോൾ നടക്കാനുള്ള സമയം അവർക്ക് കൊടുത്തിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ. അതായത് എല്ലാവർക്കും ഇപ്പോൾ എനിക്കങ്ങനെയാണ്, എൻ്റെ കാര്യമാണ് ഞാൻ പറയണത്. എനിക്ക് ഇന്ന് വച്ച വാഴ ഇന്ന് തന്നെ കുലയ്ക്കണം എന്നൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുപോലെ തന്നെയല്ലേ കർമ്മം ചെയ്യണതിൻ്റെ പിന്നാലെ തന്നെ അവർക്ക് റിസൾട്ട് വേണമെന്ന് പറയുമ്പോഴേക്കും അവർക്ക് ആകെ ടെൻഷനാവും. അവരപ്പോഴേക്കും വേറൊരു ക്ഷേത്രത്തിലേക്ക് വിളിക്കും, അല്ലെങ്കിൽ വേറൊരു കർമ്മികനെ വിളിക്കും, എന്നിട്ട് കർമ്മം ചെയ്യും, അതും നടക്കില്ല. അങ്ങനെയുള്ളൊരു രീതിയാണ് ഈ വശ്യകർമ്മത്തിന്. ആദ്യം തന്നെ പറയാം, ഇപ്പം തന്നെ 4 മിനിറ്റ് കഴിയും. ഈ വീഡിയോ ഇത്തിരി നീളം കൂടും, കേൾക്കുന്നവർ കേൾക്കുക. നമ്മൾ പണ്ടും അങ്ങനെ തന്നെയാണ്, നമ്മൾ പറയാനുള്ളത് പറഞ്ഞു പോയി. എനിക്ക് വലിച്ചു നീട്ടിയിട്ടൊന്നും പറയാറില്ല. വലിച്ചു നീട്ടാണ്ട് എനിക്ക് പെട്ടെന്നൊന്നും പറഞ്ഞ് സ്പീഡിൽ പറഞ്ഞ് തീർക്കാനൊന്നും അറിയില്ല. ഞാനെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് പറയാം. അപ്പോൾ അതുകൊണ്ട് കേൾക്കാനുള്ളവർ കേൾക്കാമെന്ന് മാത്രം. ഇപ്പോൾ തന്നെ 4 മിനിറ്റായി, കാര്യത്തിലേക്ക് കടന്നിട്ടില്ല എന്നാണ് ചുരുക്കം. അപ്പോൾ ലാലൂർ ദേവസ്ഥാനത്ത് വശ്യകർമ്മം ചെയ്യണമെങ്കിൽ എനിക്ക് ചെറിയ രീതിയിൽ ചെയ്യാനായിട്ട് അറിയില്ല. ഒന്ന്, അതാദ്യം തന്നെ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയണത്, എൻ്റെ 2 കർമ്മങ്ങൾ ഫെയിലായിട്ടുണ്ട്. മനസ്സിലായ? 3 കർമ്മങ്ങൾ ഫെയിലായിട്ടുണ്ട്. അതിന് ഞാൻ ന്യായീകരിക്കാൻ നിൽക്കണമില്ല. അവരുടെ കുറ്റാണ്, ആ കുറ്റാണ്, അവരത് ചെയ്തില്ല, ഇത് ചെയ്യില്ല, ഇതൊന്നും ന്യായീകരിക്കാനായിട്ട് ഞാൻ ന്യായീകരണ തൊഴിലാളി എന്നല്ല. ഞാനൊരു കർമ്മികനാണ്, എനിക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് ഈ വശ്യകർമ്മം അല്ല, ഇവിടെ എന്ത് കർമ്മം ചെയ്താലും ഞാൻ അതിൽ നിന്ന് എനിക്ക് 1 രൂപയുടെ നേട്ടമില്ല.
അത് ആദ്യം മനസ്സിലാക്കുക. ഞാൻ അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവിടെ യൂട്യൂബിൽ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതായത് കർമ്മം ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും വിചാരം ഒരു പൂവ് എടുത്തിട്ട് അങ്ങോട്ട് ഇട്ടാൽ കർമ്മമാണെന്ന് വിചാരിക്കും. പൂവിന് ഇത്ര രൂപയുള്ളൂ, പൂവിന് ഇത്ര രൂപയൊന്നല്ല കേട്ടോ. ഇപ്പം 3-4 ദിവസമായിട്ട് ഞാൻ ഒരു കിലോന് 400 ചില്ലാൻ 500 രൂപയ്ക്ക് മുകളിലാണ് ഒരു കിലോ പൂവിൻ്റെ വില. 100 രൂപ ഉണ്ടായിരുന്ന സാധനത്തിനാണ് ഈ 500 രൂപയായത്. അതുപോലെ ഓരോ സാധനങ്ങൾക്കും വില കയറുക. അപ്പോൾ പൂവിനും ഒരു പൂവിട്ട് പൂജിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നല്ലാണ്ടായി തുടങ്ങിയെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 30 രൂപ ഉണ്ടായിരുന്ന കരിക്ക്, ഞാൻ നാടൻ കരിക്കാണ് ഉപയോഗിക്കണേ. തമിഴ്നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യണമല്ല. അതായത് തൃശ്ശൂർ തന്നെ ഒരുപാട് സ്ഥലത്ത് കരിക്ക് കച്ചവടം ഉണ്ട്. എൻ്റെ അയൽവക്കത്ത് തന്നെ ഇവിടുന്ന് പോകുന്ന വഴിയിൽ തന്നെ ഒരുപാടുണ്ട്. എന്നാലും ഞാൻ തൃശ്ശൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് പോയിട്ട് മറ്റേ തെങ്ങും തോട്ടമുണ്ട്. ഇവിടുത്തെ മണ്ണുത്തി ഭാഗത്തു നിന്നുള്ള തെങ്ങും തോട്ടമുണ്ട്, വലിയ തെങ്ങും തോട്ടം ഗവൺമെൻറ്റിൻ്റെ. അത് ലേലം വിളിച്ചെടുത്തിട്ട് അത് കൊണ്ടുവരുന്ന കരിക്കാണ് ഞാനിവിടെ വാങ്ങിക്കുന്നത്. എല്ലായിടത്തെ റേറ്റ് തന്നെയാണ് അവിടെയും വാങ്ങിക്കുന്നത്. 30 രൂപ ഉണ്ടായിരുന്ന കരിക്കിന് 60 രൂപയായി. മനസ്സിലായ? എനിക്കൊരു 10 രൂപ കൊണ്ട് കുറച്ച് തരുന്നുണ്ട്. ഞാനത് നോക്കാറില്ല, കുറച്ച് തരുന്നുണ്ട്. ഞാൻ എല്ലാ ആഴ്ചയിലും 2-3 തവണ വാങ്ങിക്കണതല്ല, അതുകൊണ്ട്. മനസ്സിലായ? നാളികേരത്തിന് മുട്ടറക്കണ നാളികേരം കിലോന് ഇങ്ങനെ കയറി 5 രൂപയും 10 രൂപ ഉണ്ടായിരുന്ന സാധനമാണ് കയറി 70 രൂപ 80 രൂപ 100 രൂപയൊക്കെ വരെ പോയി. വെളിച്ചെണ്ണ, ഓരോ സാധനങ്ങൾക്കും, ഫ്രൂട്ട്സ്, എന്ത് സാധനത്തിന് വില കൂടാത്തത്? അതായത് ഒരു വലിയൊരു സദ്യ നടത്തുന്ന ചിലവാണ് ഒരു കർമ്മം ചെയ്യാനായിട്ട്. ഞാൻ ലാലൂര് ദേവസ്ഥാനത്തിൻ്റെ എന്നിട്ട് പറയണേ 5000-10000 ഒക്കെ വാങ്ങിക്കണവർക്ക് അവർക്ക് മൂർത്തികളുടെ എണ്ണമൊക്കെ കുറവായിരിക്കും. അവർക്ക് ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് അവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളാണ്. ഈ ലാലൂര് ദേവസ്ഥാനത്ത് അതല്ല. ലാലൂര് ദേവസ്ഥാനത്ത് ഏകദേശം 5 മൂർത്തികളല്ല. ഏകദേശം എന്ന് പറയാൻ കാരണം അതാണ്, കർമ്മം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മൂർത്തികളുടെ എണ്ണം കൂടും. ഇവിടെ പ്രധാനമായിട്ട് 5 മൂർത്തികളെ കൂടിയിരുത്തിയിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത്. അതാദ്യം മനസ്സിലാക്കുക. 5 മൂർത്തികളുണ്ട് ഇവിടെ. ഈ 5 മൂർത്തികളുടെ കൂടെ കർമ്മം ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ എന്ത് കർമ്മം ചെയ്യണമെങ്കിലും ആദിഗുരുവിനെ വെക്കണം, വേണ്ടേ? അപ്പോൾ ആദിഗുരുവിന് നിവേദ്യം വെക്കണം. അതുകൂടാണ്ട് ഗണപതി ഹോമം നടത്തുമ്പോൾ ആദ്യ ഗണപതിക്ക് വെക്കണം, പിന്നെ ദേവിക്ക് വെക്കണം, ഭുവനേശ്വരിക്ക് വെക്കണം. അപ്പോൾ മൂർത്തികളുടെ എണ്ണം കൂടും. മൂർത്തികളുടെ എണ്ണം കൂടുമ്പോൾ എന്ത് ചെയ്യും? ഈ കോഴി, മദ്യം, തമക്ക് അങ്ങനെയുള്ള കുറച്ച് നിവേദ്യങ്ങളുണ്ട്. അത് മാത്രമാണ് 3 മൂർത്തികൾക്കുള്ളൂ. ബാക്കി എല്ലാ നിവേദ്യങ്ങളും എല്ലാ മൂർത്തികൾക്കും വെക്കണം. മനസ്സിലായി? വശ്യകർമ്മം ചെയ്യണമെങ്കിൽ ഗണപതി ഹോമം ചെയ്യാണ്ട് പറ്റില്ല. അപ്പം എൻ്റെ ഗുരുനാഥൻ തന്നെ പറയും, അതായത് ഗണപതി ഹോമം എന്ന് പറയുന്നത് ഒരു ചിരട്ട അല്ലെങ്കിൽ ഒരു ചകിരി അടുപ്പിലിട്ട് കത്തിച്ചിട്ട് അതിലേക്ക് 2 മുക്കുറ്റിയും ഇത് നെയ്യും കൂട്ടി അർപ്പിച്ചാൽ ഗണപതി ഹോമം ആവും എന്ന് പറയും. അത് ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ലേ? ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കർമ്മം അങ്ങനെ ഗണപതി ഹോമം നടത്താൻ എനിക്ക് അറിയില്ല എന്നല്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ അഷ്ടദ്രവ്യം ഇട്ടിട്ടാണ് ഗണപതി ഹോമം. എല്ലാ ഗണപതി ഹോമം പരമാവധി അതിനും കുറഞ്ഞിട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അഷ്ടദ്രവ്യം ഇല്ലാണ്ട് ഞാൻ ഗണപതി ഹോമം ചെയ്യാറില്ല. അഷ്ടദ്രവ്യത്തോട് കൂടിയിട്ടാണ് ഗണപതി ഹോമം ചെയ്യുക. ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഏകദേശം 5 മണിക്കൂറൊക്കെ ആ കർമ്മത്തിന് വേണ്ടി ചിലവാക്കണം. പിന്നെ ഒരു കർമ്മം എന്ന് പറഞ്ഞാൽ, വശ്യകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഏകദേശം ഒരു 5-6 വ്യക്തികളുടെ പ്രയത്നമുണ്ട്. എനിക്ക് മാത്രമാണ് ദക്ഷിണ വാങ്ങിക്കാത്തതുള്ളൂ. ഞാനൊരു കാര്യത്തിന് ദക്ഷിണയൊന്നുമില്ല. വാങ്ങിക്കില്ല എന്നല്ല പറയണത്, ഞാൻ ചോദിച്ചു വാങ്ങിക്കാറില്ല. ഒരു ദക്ഷിണ എന്നുള്ള ഒരു കാര്യം ഞാൻ പറയാറുമില്ല. പിന്നെ കർമ്മത്തിൻ്റെ സാധനങ്ങളുടെ വില മാത്രമാണ് വാങ്ങിക്കുക. എന്നിട്ട് തന്നെ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്താവും. അതായത് നിങ്ങളുടെ മകൻ്റെ ഒരു എന്താ പറയുക, കല്യാണത്തിന് കുറിക്കില്ല. കുറേ പേര് അവിടുന്ന് വരിക, അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ട് അവർക്കൊരു സദ്യ കൊടുക്കില്ലേ, അതിന് തുല്യമായിട്ടുള്ളൊരു പരിപാടിയാണ്. അത്രയ്ക്കധികം ഉണ്ട്. അതായത് 6-7 മൂർത്തികൾക്ക് നിവേദ്യം വെക്കണം. നിവേദ്യത്തിൻ്റെ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരുപാട് നിവേദ്യങ്ങൾ വെക്കണം. ഞാനൊക്കെ വളരെ കുറവാണ് കേട്ടോ നിവേദ്യം വെക്കണേ. ഞാൻ വേറൊരു ക്ഷേത്രത്തിലത്തെ പൂജകളിലൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ അവിടെ ഓരോ വലിയ വലിയ ഉരുളികളിലാണ്, ഞാൻ ഇതും ഇടയ്ക്ക് മുൻപും പറഞ്ഞിട്ടുണ്ട്, വലിയ വലിയ ഉരുളികളിലാണ് ഓരോ നിവേദ്യങ്ങൾ വെക്കണേ. അവിടെ നിന്ന് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിവേദ്യം വെക്കാൻ തയ്യില്ല. അതായത് ഒരു വലിയൊരു സദ്യ തന്നെ നടത്തിയിട്ടാണ് നിവേദ്യം കലശമൊക്കെ നടത്തുന്നത്. അല്ലാണ്ട് ഇതൊന്നും ചെറിയൊരു കാര്യമല്ല, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. അപ്പോൾ അത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നിൽ ഒരു വശ്യകർമ്മം ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവുള്ള കർമ്മങ്ങളാണ് അതൊക്കെ, അല്ലേ? ഈ പൈസ ചിലവ് മാത്രമല്ല,
പിന്നെ ഇവിടെ ഒരുവിധം എല്ലാവരും ഓൺലൈനായിട്ടാണ് എല്ലാവർക്കും കാര്യങ്ങൾ, അതായത് നമ്മളിവിടെ കർമ്മം ചെയ്ത് അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുക്കുക, അവർ അവിടെ കർമ്മം ചെയ്യണ സമയത്ത് അവർ പ്രാർത്ഥിക്കുക. ആരും നേരിട്ട് വരുന്നവർ വളരെ കുറവാണ്. ഇവിടെ നേരിട്ട് വന്നിട്ട് ഇപ്പോൾ കുറച്ച് നാൾക്ക് മുൻപ് ഒരു പാലക്കാട് നിന്നല്ല, ഒരു ലണ്ടനിലുള്ള ഒരാളുടെ ഭാര്യ കർമ്മത്തിനായിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് ആൾ ഇവിടെ വന്നു. കർമ്മത്തിന് കണ്ടിട്ട് ആളുടെ ഭർത്താവിനോട് പറഞ്ഞത്, അയ്യോ അവിടെ ചെന്നപ്പോഴാണ് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലായത്, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ എന്നുള്ളത്. അതായത് അത്രയ്ക്കും ഒരു പീസ്ഫുൾ, അത്രയ്ക്കൊരു ആത്മീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വന്ന കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഗുണഫലങ്ങൾ കൂടും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശ അയച്ചു കൊടുത്തു, അത് എത്ര രൂപ വേണ്ട തിരുമേനിയെ, അത് ഇത്ര രൂപയ്ക്ക് ഉണ്ട്, ഇന്നതിന് ഇത്ര രൂപ, കോഴിക്ക് ഇത്ര രൂപ, ഇതിന് ഇന്ന ഒരു ചാർട്ടുണ്ട്, അതിനുള്ള ഇത്ര രൂപ, മൊത്തം ഇത്ര രൂപയാകും. ആദ്യമൊക്കെ 30,000 രൂപയ്ക്കായിരുന്നു, അതിങ്ങനെ കൂടി 35,000, 40,000, 50,000, 60,000, 70,000, 1,00,000 രൂപയുടെ അടുത്തായി. കർമ്മം പറഞ്ഞില്ല, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതാണ്. വശ്യകർമ്മം ചെയ്യണത് ഒരു ദിവസം ചെയ്യാൻ പറ്റില്ല. മറ്റുള്ള ക്ഷേത്രത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല, അത് ഞാൻ അന്വേഷിക്കാറുമില്ല. എൻ്റെ ക്ഷേത്രത്തിൽ ഞാൻ ചെയ്യുന്നത് ആദ്യത്തെ ദിവസം എൻ്റെ മൂർത്തികൾക്ക് നിവേദ്യകർമ്മം കൊടുക്കും. അന്ന് നിവേദ്യകർമ്മം കൊടുക്കുമ്പോൾ ഈ 5 മൂർത്തികൾക്കല്ല 6 മൂർത്തികളുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഈ മൂർത്തികൾക്ക് നിവേദ്യകർമ്മം, അതായത് അവരെ പ്രീതിപ്പെടുത്തുക. എൻ്റെ മൂർത്തികൾ പ്രീതി ഉണ്ടെങ്കിലല്ലേ ഞാൻ ചെയ്യണ കർമ്മങ്ങൾ ഫലം ഉണ്ടാവുള്ളൂ, അല്ലേ? ഞാൻ അവർക്ക് വേണ്ട കോഴിയും മദ്യം അതൊക്കെ കൊടുത്ത്, കുരുതിയൊക്കെ കൊടുത്ത് അത് നിവേദ്യം അർപ്പിക്കാം. അത് തന്നെ ഏകദേശം 10-15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു കർമ്മമാണ്. അതിൻ്റെ പിന്നിൽ തന്നെ ഏകദേശം 5 പേര് പ്രവർത്തിക്കണം. അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞു. ആ സ്വാമീനെ പ്രീതിപ്പെടുത്തി സ്വാമിയുടെ നിന്ന് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് അതിൻ്റെ പിന്നത്തെ ഒരു ദിവസമാണ് വശ്യകർമ്മം ചെയ്യാം. വശ്യകർമ്മം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ലത്. ഗണപതി ഹോമം മധ്യമാണ് വശ്യകർമ്മമൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഗണപതി ഹോമം നടത്തണം. ഈ ഗണപതി ഹോമം നടത്തണം അന്നും എന്ത് വേണം? ഈ 5 മൂർത്തികൾക്കും കൂടാണ്ട് ആദിഗുരു, ആദിഗണപതി, അമ്മ, മനസ്സിലായ? ഇവർക്കൊക്കെ നിവേദ്യം വെച്ചിട്ട് വേണം. വേണ്ട ഈ ഇത്രയും വിളക്കുകൾ, ഒരു ദിവസം ഒരു പൂജയ്ക്കേണ്ട വിളക്കിനുള്ള നെയ്യിന് എത്ര രൂപ വരുന്ന ചിന്തിച്ച് നോക്കിയാൽ. അത്രയ്ക്കധികം വിളക്ക് കത്തിക്കണ്ടേ, ഒരു ദിവസം മുഴുവൻ കത്തി നിൽക്കണ്ടേ. ഈ ഗണപതി ഹോമം എന്നും പറയണതും ഏകദേശം 6-7 മണിക്കൂറിൽ നീണ്ടു നിൽക്കുന്നതാണ്. അശ്വരൂഢ ഹോമം ചെയ്യണം. വശ്യകർമ്മം മാത്രം ചെയ്താൽ പോരാ, അശ്വരൂഢ ഹോമം ചെയ്യണം. ഇനി ഇതിൽ ആരെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അത് വേണം. 3 തവണ ജ്യോതിഷപരമായിട്ട് 3 പേരുടെ നിന്ന് അഡ്വൈസ്, അതായത് നമ്മൾ അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഒരാളെ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, എത്ര ജപിക്കണം, അഷ്ടദ്രവ്യം ജപിച്ച് അർപ്പിക്കുമ്പോൾ അത് എത്ര തവണ വേണം, മുക്കുറ്റി, തേനിൽ മുക്കി, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എങ്ങനെ ഹോമിക്കണം, എങ്ങനെ ചെയ്യണം, അർപ്പണം ചെയ്യണം, അതൊക്കെ ജ്യോതിഷപരമായിട്ട് 3 പേരുടെ കയ്യിൽ നിന്നെങ്കിലും ഞാൻ അഡ്വൈസ് സ്വീകരിച്ചിട്ടാണ് കർമ്മം ചെയ്യുക. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ എൻ്റെ ഗുരുനാഥനോട് അഭിപ്രായം ചോദിക്കും, ഇന്ന ആളുടെ കർമ്മമാണ്, ഇന്ന ദിവസമാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്, എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അദ്ദേഹം ആളുടെ ജാതക ഫലം നോക്കും. അത് കഴിഞ്ഞിട്ട് രാശി നോക്കും. രാശി നോക്കിയിട്ട് രാശി എടുത്തിട്ട് പറയും ഇന്നതൊക്കെയാണ് കാര്യം, ഇന്ന തടസ്സങ്ങൾ, ഇന്ന കാര്യങ്ങളുണ്ട്, അത് കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യണമെന്ന് പറയും. ഇത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിന് ഗുരുനാഥൻ മാത്രമല്ല, ഗുരുനാഥനാകുമ്പോൾ ഞാനും അടുത്തറിയുന്നതാണ്, അത്രയും എന്നെ ജ്യോതിഷപരമായിട്ട് പഠിപ്പിക്കുന്നതാണ് ഗുരുനാഥൻ ആള്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ടൊരു പരിചയമുള്ള നല്ലൊരു ജ്യോതിഷനുണ്ട്, കൃത്യമായിട്ട് കാര്യങ്ങൾ പറയണത്. പേരും പറഞ്ഞ പീതാംബരൻ എന്ന് പറഞ്ഞിട്ട്, കാളത്തോട് മണ്ണുത്തി പോകുന്ന റോട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് നേരിട്ട് പോകണം. നേരിട്ട് പോയിട്ട് ഇന്ന ആളുടെ കർമ്മം ചെയ്യാണ്ട്, അത് ഇന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അങ്ങനെ ഒരു 3 പേരുടെ ഇവർക്കൊക്കെ ഞാൻ പോയി മെനക്കെടണം. ഇവർക്കൊക്കെ അവർ ദക്ഷിണ കൊടുക്കണം. ദക്ഷിണ എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ അല്ല ദക്ഷിണ. ഞാൻ ദക്ഷിണ വാങ്ങിക്കാറില്ല, ഞാൻ ചോദിക്കാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വശ്യകർമ്മത്തിൻ്റെ തന്നെ ദുബായിൽ നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ആൾ കർമ്മം ചെയ്തില്ല. ഞാൻ പറഞ്ഞു ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു.
അദ്ദേഹത്തിനോട് ദക്ഷിണ ഞാൻ ഗുരുനാഥനോട് പറയണത് കേട്ടിട്ട് എന്നോട് ദക്ഷിണ എത്രയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് ദക്ഷിണ ചോദിച്ചു വാങ്ങിക്കാനുള്ളതല്ല, ദക്ഷിണ ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല, അത് കൂലിയായിട്ട് മാറും എന്ന് പറഞ്ഞിട്ട് ആൾ 2000 രൂപ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇട്ട് തന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര അധികമൊക്കെ, ദക്ഷിണ ഒന്നും ഇത്രയ്ക്കധികം വേണം, അതിനായിട്ടുള്ള കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല, കർമ്മമൊക്കെ ചെയ്യുകയാണെങ്കിൽ പിന്നെയും അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടല്ലോ എന്ന് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നും ഇതല്ല, ഇതൊക്കെ പ്രൂഫുള്ളതാണ്. ഞാൻ സത്യസന്ധമായിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ, പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ പറയാറില്ല, മനസ്സിലായ? എനിക്ക് എന്തും പ്രൂവ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ പലപ്പോഴും പല വീഡിയോകളിൽ ഇടണതിൻ്റെ കാര്യം തന്നെ. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് ഇടുന്നത് കംപ്ലീറ്റ് പ്രൂവ് ചെയ്യണ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇടുള്ളൂ. അല്ലാണ്ട് അവളെ അങ്ങനെ എനിക്കിത് കിട്ടി ഇങ്ങനെ കിട്ടി ഒരാളെ സുഖിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയില്ല. ഒന്നാമത് എനിക്ക് സുഖിപ്പിക്കാൻ അറിയില്ല. എന്നെ പലരും പറയണേക്കാം എന്ത് സ്വാമി ഇത്ര സ്വാമിക്കൊരു മൃദു സമീപനല്ല എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, മനസ്സിലായ? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ഇനി ഈ ഹോമങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും ജ്യോതിഷപരമായിട്ട് നോക്കണം ഈ ചെയ്ത കർമ്മത്തിന് എന്തൊക്കെയാണ്. ഇത് 108 ദിവസം വരെയൊക്കെയാണ് ഇതിൻ്റെ ഫലപ്രാപ്തി. ഈ ഫലപ്രാപ്തി വരെ ഇവർ നേരിട്ട് വരുന്നില്ല. ഇപ്പം ഞാൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നേരിട്ട് വരുന്നവരെ കർമ്മങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ വശീകർമ്മം ചെയ്യുന്നുണ്ട്, അത് ഇവിടെ നേരിട്ട് വരുന്നുണ്ട്. അവർ നേരിട്ട് വരുന്ന ആ കാര്യങ്ങളൊക്കെ അവരെ മുൻനിർത്തി ചെയ്യുമ്പോൾ എന്താ അവർക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വിശ്വാസമാവും ഞാൻ ചെയ്ത കർമ്മത്തിന് ഫലം ഉണ്ടെന്നുള്ളത്. ആ ഫലം ഉണ്ടെന്നുള്ള വിശ്വാസമാണ് അവരുടെ ഇതിലേക്ക് അത് നടത്തി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഒരു 3 കർമ്മത്തോളം മിസ്സായി പോയിട്ടുണ്ട് എൻ്റെ. അതും ഒരു ഡോക്ടറുടേതാണ്. ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഡോക്ടറുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നണം. ഡോക്ടറുടേത് ഏകദേശം 1,30,000 രൂപ ചിലവാക്കിയത്. അതായത് 6 കർമ്മം കണ്ട് ചെയ്തു, 6 തവണ കർമ്മം ചെയ്തു. അത് വശ്യമായിരുന്നില്ല, വശ്യം തന്നെ വശ്യകർമ്മത്തിലൂടെയാണ് മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. ഒരു ഭിന്നവൈര്യമായിരുന്നു, അതായത് ഒരാളെ വേർപ്പെടുത്താനായിരുന്നു. അതായത് ഒരു ഡോക്ടർക്ക് സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. വേറൊരു സ്ത്രീയായിട്ടൊരു ബന്ധമുണ്ട്, അത് തലയിലിരുന്നു. അറിയാലോ, പലയിടത്തും ക്ലിനിക്കുകളുണ്ടാവും. പണ്ട് പോലീസുകാർക്കാണ് അത് അങ്ങനെ ഒരു പേര് ദോഷം ഉണ്ടായിരുന്നത്. ഡോക്ടർമാർ അതായത് ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു ബന്ധം വരാമല്ലോ, സ്ഥിരം കാണുമ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീകൾക്ക് ഒരു ബന്ധം, ഈ പ്രേമം എന്ന് പറയുന്നത് ഒരൊറ്റ നോട്ടത്തിൽ അവരുടെ ആ ഒരു ഇതിൽ വരണത്. അതിനാരും കുറ്റമൊന്നും പറയാൻ പറ്റില്ല, ഡോക്ടറെയും കുറ്റം പറയാൻ പറ്റില്ല, ആ സ്ത്രീയും കുറ്റം പറയില്ല. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള തലവേദനകളാണ് കുറ്റം പറയുക. ഇവരിപ്പോൾ ഇയാളെ വിട്ടുപോകണ്ടേ, അത്യാവശ്യം കാശും സാമ്പത്തികമൊക്കെ കൊടുത്തിട്ട് പോലും ഇത് വിട്ടുപോകണില്ല, വർഷങ്ങളായതാണ്. എന്നിട്ട് അത് വിട്ടുപോകാണ്ട് സാമ്പത്തികമായിട്ട് വിട്ടുപോകാണ്ട് പ്രശ്നങ്ങളാവാതിരുന്ന് വിട്ടുപോകാനായിട്ടാണ് എൻ്റെ അടുത്ത് കർമ്മത്തിന് വന്നത്. ഞാനത് നോക്കിയപ്പോൾ അത് പോകാനുള്ള സാധ്യതകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ജ്യോതിഷപരമായിട്ട് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഞാൻ ആ കർമ്മം ചെയ്തത്. കർമ്മം വിജയിച്ചില്ല. പിന്നീട് ഞാൻ നോക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ സ്ത്രീ പോകണമെന്നുണ്ട്, അന്ന് പോകണ്ടെന്നുണ്ട്. അതറിയാലോ, അയാൾക്ക് ഭാര്യയും കുട്ടികളൊക്കെ വേറെ ഉണ്ട്. എന്നാൽ ഞാൻ ചെയ്ത കർമ്മങ്ങൾക്കും അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഒരുപാട് കാര്യങ്ങൾ ജ്യോതിഷപരമായിട്ട് നോക്കി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശരിയായിട്ടുണ്ട്. ആ കുട്ടിയുടെ ഒരു പെൺകുട്ടിയുടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, ആളുടെ മകളുടെ കാര്യം ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയറായി. അതുപോലെ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ആളുടെ പുതിയതായിട്ട് ക്ലിനിക്കിൽ ആൾ വരുന്നുണ്ടായിരുന്നില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ ഒരു വിശ്വാസത്തോടു കൂടി ഞാൻ വലിയ ആളാന്നല്ല പറയണേ, അതൊക്കെ നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാര്യം നടന്നില്ല. അപ്പം ഞാനത് നോക്കിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറയും ചെയ്തു, അതിൽ കുറേ താങ്കൾക്കും ഉണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സ്ത്രീനെ വിടാൻ തോന്നണില്ല. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ്. ആഴ്ചയിൽ 2 ദിവസം ക്ലിനിക്കിൽ പോകുമ്പോൾ അവരുടെ വീട്ടിലാണ്. അവരുടെ വീട്ടിലല്ല, ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ അവർ വരും. അവർക്ക് വേറെ ഭാര്യയൊന്നും ഭർത്താവൊന്നും ഇല്ല. അവർ ഉപേക്ഷിച്ചുള്ള ഒരു മുസ്ലിം സ്ത്രീയാണ്. ആ സ്ത്രീക്ക് ഒരു കുട്ടിയൊക്കെ ഉണ്ട്. ആ കുട്ടിക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഈ ബന്ധം. അവരും അത്യാവശ്യം നല്ലൊരു ടീച്ചറാണ്, അല്ലാണ്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊന്നല്ല. അത് നടന്നില്ല. അതെൻ്റെ ഒരു ഫോൾട്ടായിട്ട് അവർ കണക്കാക്കുക. എൻ്റെ ഒരു ഫോൾട്ടായിട്ടല്ലേ, ഇത്രയും രൂപ ചിലവാക്കിയിട്ട് കർമ്മം നടന്നില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഫോൾട്ടായിട്ട് കണക്കാക്കും. ഞാൻ നോക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല. അതായത് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ആ സ്ത്രീ പോകണ്ടേ, അത് എനിക്ക് വിടണമെന്നുണ്ട്. എന്നാൽ ആ സമയം വരുമ്പോൾ ലൈംഗിക ചിന്തകൾ വരുമ്പോൾ അവരായിട്ടുള്ള ഒരു അടുപ്പം ചിലപ്പോൾ ഞാനും പറയാറുണ്ട്. എൻ്റെ ഞാൻ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ഞാൻ ജീവിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരു 6 മാസം ഞാൻ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ആ ജീവിതം എനിക്ക് ഇനിയും വേണമെന്ന് കണ്ടാൽ ഞാൻ അതിലേക്ക് ആകർഷകനാവാം. ഞാനത് മാറ്റിവെച്ചു. 6 മാസത്തെ ജീവിതമാണ് എൻ്റെ ഏറ്റവും വലുതെന്ന് തോന്നിയിട്ടുള്ള ആ 6 മാസം ഞാൻ മാറ്റിവെച്ചു. അതിൽ നിന്ന് ഞാൻ തിരുത്തലായിട്ട് ഞാൻ തിരിഞ്ഞു പോന്നു. ഇദ്ദേഹത്തിന് അത് തിരിഞ്ഞു പോരാൻ പറ്റണില്ലേ, അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റണില്ലേ, മനസ്സുകൊണ്ട് വിട്ടുപോരണ്ടേ. കർമ്മം ചെയ്യുമ്പോൾ മനസ്സിനെയാണ് നമ്മൾ കർമ്മം ചെയ്യണേ, ചന്ദ്രനാലാണ് മനസ്സ് ചിന്തിക്കുന്നത്.
അത് നടക്കണില്ല. അതുപോലെ തന്നെ ഒരു മുസ്ലിം സഹോദരൻ്റെയാണ്, അത് ചെറിയൊരു ഇല്ലീഗൽ ആക്ടിവിറ്റീസാണ്, വശ്യകർമ്മമാണ്. അതായത് അത് നടക്കണില്ല. എന്നാൽ അവർക്ക് ഇങ്ങോട്ടൊക്കെ ഉണ്ട്, അത് ചെറിയൊരു രക്തബന്ധമൊക്കെ ആയിട്ടൊരു ബന്ധമുണ്ട്, അതുകൊണ്ടായിരിക്കും അത് നടക്കാത്തത്. ഞാൻ ന്യായീകരിക്കാനൊന്നുമില്ല. അദ്ദേഹം കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അധികം എത്ര 40,000-45,000 രൂപ അങ്ങോട്ട് ചിലവാക്കിയിട്ട് കർമ്മം ചെയ്തതാണ്. പിന്നെ എന്നോട് കർമ്മം ചെയ്യാനായിട്ട് കാശ് തരാം, ഒന്ന് ചെയ്ത് തരാൻ പറഞ്ഞു. ഞാൻ പിന്നെ അത് വേണ്ടെന്ന് ചെയ്തത്. ഇപ്പം അടുത്തുകൂടി എന്നോട് പറഞ്ഞു, സ്വാമി അതൊന്ന് ശരിയാക്കി തായോ സ്വാമി, ഞാൻ ഒരു കർമ്മം കൂടി നമുക്ക് ചെയ്യാമോ, അത് ചിലപ്പോൾ ഇനി കർമ്മത്തിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചെയ്യണ്ട. ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഒരു കർമ്മം ഞാൻ ചെയ്തതിന് ഫലം ഒരു തീരെ കാണിക്കണില്ലെങ്കിൽ പിന്നെ ഞാൻ അതിലെന്താ പറയുക, ആദ്യം തന്നെ ഒരു കർമ്മം ചെയ്യണേക്കാളും മുൻപ് ഞാൻ ചെറിയൊരു ഇവിടെ ഈ ലാലൂർ ദേവസ്ഥാനത്ത് ചെയ്താൽ നടക്കുമോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഞാൻ നടക്കാൻ പറ്റും. അതായത് ഇവിടെ നിത്യപൂജയിലൊരു കർമ്മമുണ്ട്, വശ്യകർമ്മമുണ്ട്. ആ വശ്യകർമ്മത്തിന് അതിന് തന്നെ ചിലവാകും 10,000-15,000 രൂപ, 15,500 രൂപ ചിലവാകും. ഒരു ദക്ഷിണ അടക്കമാണ് 500 ദക്ഷിണ അടക്കം 15,500 രൂപയാണ് അതിന് ഫീ വാങ്ങിക്കുന്നത്. ഓപ്പണായിട്ടല്ല പറയണേ. 15,500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴി വേണ്ടേ, മദ്യം വേണ്ടേ, കരിക്ക് വേണ്ടേ, മറ്റുള്ള നൈവേദ്യങ്ങൾ വേണ്ടേ. 15,000 രൂപ എന്ന് പറഞ്ഞാൽ ആ സാധനങ്ങൾക്കുള്ള നൈവേദ്യമാണ്. നെയ്യ് വേണ്ടേ, വിളക്ക് തെളിക്കണ്ടേ, 6-7 വിളക്കുണ്ട്. ഒരു ദിവസം വിളക്ക് തെളിക്കണമെങ്കിൽ കുറഞ്ഞത് 3 കിലോ നെയ്യ് വേണം. 3 കിലോ നെയ്യ് നല്ല നെയ്യാണ്. അല്ലാണ്ട് ഈ മറ്റുള്ള ഈ സൂപ്പർ മാർക്കറ്റിൽ 500 രൂപയ്ക്ക് കിട്ടുന്ന നെയ്യല്ല. ഞാൻ വെണ്ണം വാങ്ങിയിട്ട് ഒരുക്കുക എന്നൊക്കെ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. 15,000 എന്ന് പറഞ്ഞാൽ 1 രൂപ എനിക്കില്ല എന്നതിൽ ഞാൻ എടുക്കാറില്ല. ഞാൻ ഒരു കാര്യത്തിന് കർമ്മത്തിന് കാശ് വാങ്ങിക്കില്ല. അത് ഞാൻ പണ്ടേ ഉള്ളതാണ്. ഞാൻ ഒരു കാര്യത്തിനും കാശ് വാങ്ങിക്കില്ല. കാശിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. കർമ്മത്തിന് പൂജയ്ക്ക് വേണ്ട കാശ് ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കർമ്മം നടക്കാണ്ട് വന്നാൽ ഇവർ എന്താണെന്ന് അറിയോ, അയാൾ പറ്റിച്ചു എന്നുള്ള പേരാണ്. അവർ എന്നെ ഞാൻ പറ്റിച്ചു എന്നല്ല ഇവർ പറയുക അല്ലേ. കാശ് വാങ്ങി ഞാൻ പറ്റിച്ചു, കർമ്മം നടക്കാത്തതിനെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളത് എന്തിനേ ആവശ്യമില്ലാത്തതിനെ നിൽക്കണേ. അതുകൊണ്ടാണ്. അപ്പോൾ വശ്യകർമ്മമൊക്കെ ചെയ്യില്ല എന്നല്ല, ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടുതലും നടക്കണ കാര്യങ്ങളായിരിക്കണ്ട. അതായത് നമ്മൾ വശ്യകർമ്മം ചെയ്യണത് എന്തിനൊക്കെയാ? ഒന്നാമത് നമ്മൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരെ ഇഷ്ടപ്പെടാൻ, അല്ലെങ്കിൽ കുടുംബത്ത് സമാധാനം നിലനിർത്താൻ, തൊഴിൽ സ്ഥലത്ത് സമാധാനം നിലനിർത്താൻ, ജോലി ലഭിക്കാൻ, രാഷ്ട്രീയപരമായിട്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഇലക്ഷന് ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആളെന്നും പറയുന്നില്ല, ആൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. കൃത്യമായിട്ട് ദൈവ അനുഗ്രഹത്തിൽ, എൻ്റെ മൂർത്തികളുടെ അനുഗ്രഹത്തിന് കറക്റ്റായിട്ട് അത് ഭരിച്ചു. അതിനുശേഷം അവർക്കിപ്പോൾ ഒരു ആവശ്യം വന്നിട്ട് അവരും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ട് വശ്യകർമ്മം ഉപയോഗിക്കും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്കായിട്ട് ആണ് വശ്യകർമ്മം ഉപയോഗിക്കുക. ഇത് നേരിട്ടും വരുന്നില്ല, കാശ് അയച്ചു നടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ പിന്നിൽ ജപിക്കണം. ജപത്തിലൂടെയാണ് പ്രധാന കാരണം എന്നുള്ളത് ഞാൻ എന്നും എല്ലാ വീഡിയോകളുടെ താഴെ അല്ലെങ്കിൽ ഞാനിടുന്ന പോസ്റ്റുകളുടെ താഴെയൊക്കെ ഞാൻ ഇടും. ജപമാണ് പ്രധാനം. ജപത്തിലൂടെയാണ് എല്ലാം നേടാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളുടെ വീഡിയോ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും പറയണത് ജപം തന്നെയാണ്. എല്ലാവരും പറയണത് ജപം തന്നെയാണ്. ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഏറ്റവും മാർഗം ജപം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് വന്നിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞത് ജപം തന്നെയാണ്. ഞങ്ങളുടെ മൂർത്തികളെല്ലാം നിങ്ങളുടെ മൂർത്തികളെ തന്നെ ജപിച്ചോളൂ, കാര്യം നടക്കും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ വശ്യകർമ്മം ഇവിടെ ചെയ്യില്ല എന്നല്ല, ചെയ്യണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടും സാമ്പത്തിക ചിലവുള്ളതാണ്. അതിന് പറ്റുന്ന അത്രയ്ക്കും ആ ഒരു എഫേർട്ടും അതിൻ്റേതായ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുക്കാൻ ആവശ്യമുള്ള വ്യക്തികളല്ലേ. അത്രയ്ക്കും സീരിയസ് ആയിട്ടുള്ള വ്യക്തികളാണ് അതിന് മുതിരുള്ളൂ. അങ്ങനെ സീരിയസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കും. അത് ചെയ്തു കൊടുക്കുന്നത് അതിൻ്റെ കൃത്യമായിട്ട് ഫലപ്രാപ്തിക്ക് വേണ്ടിയിട്ട് അവരുടെ പിന്നിലും ഒരുപാട് എഫേർട്ടും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് വശ്യകർമ്മം ഫലിക്കുക. ഇതൊരു പൂവെടുത്തിട്ടാൽ വശ്യകർമ്മമായി എന്ന് വിചാരിക്കുന്നതൊന്നും കാര്യമൊന്നുമില്ല. അതിനൊക്കെ ഒരുപാട് ചിലവും ഒരുപാട് എഫേർട്ടും ഒരുപാട് പേരുടെ പ്രയത്നമൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. അങ്ങനത്തെ ഒരു ചെറിയൊരു കാര്യം ശരിയല്ലാത്തത് കൊണ്ടാണ് എൻ്റെ സുഹൃത്ത് എന്നോട് ചോദിച്ച ഇവിടുന്ന് കാര്യം നടന്നിട്ടുള്ള തന്നെ ദുബായിലുള്ള ഒരാളാണ്. ആളുടെ കാര്യം നടന്നിട്ടുള്ള ആൾ തന്നെയാണ്. എനിക്ക് 2 പേരെ കൊണ്ട് വിളിപ്പിച്ചു. ആളുടെ 2 പേരുടെ കാര്യങ്ങളും വിട്ടത് അതുകൊണ്ടാണ്. ഇത് പൈസ ചിലവുള്ള ഒരു കാര്യമാണ്. എന്തിനാ ഞാൻ മുഖേന എൻ്റെ മൂർത്തികളുടെ പേര് ദോഷം വരുത്തണേ? അവർ മൂർത്തികളെ പറയാം, ഞാൻ ലാലൂർ ദേവസ്ഥാനത്ത് പോയിട്ട് കർമ്മം ചെയ്ത് നടന്നില്ല എന്ന് പറയാം. അല്ലെങ്കിൽ അതങ്ങനെയായി നടന്നില്ല, അയാൾ എന്നെ പറ്റിച്ചു. ലാലൂർ ദേവസ്ഥാനത്തിൻ്റെ പേര് എൻ്റെ കൂടെ കൂട്ടി പറയില്ലേ? ഞാനായിട്ട് എന്തിനാ? ഞാൻ സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകം മുഴുവൻ എത്തിക്കാനാണ് ഞാൻ നടക്കണം. എന്നിട്ട് ഞാൻ മുഖേന തന്നെ സ്വാമിയുടെ പേര് ദോഷം വരുത്തേണ്ട ഒരു കാര്യം എന്താണ്?
ഇത് വിശ്വാസത്തിൻ്റെ ലോകമാണ്. കൃത്യമായിട്ട് വിശ്വാസം ചെയ്താൽ വിജയിക്കുന്നുള്ള വിശ്വാസമുള്ളവർക്ക് എന്ത് കർമ്മം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. രോഗത്തിന് വരെ ഡോക്ടർമാർ ഇന്നല്ല പണ്ടും പറയണതാണ്, മരുന്ന് മാത്രം പോരാട്ട, മന്ത്രവും വേണം. മരുന്നും മന്ത്രം എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളതാണ്. അതായത് അതൊക്കെയാണ് ഇതിൻ്റെ ഇത്. ആത്മീയത എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം വശകർമ്മം. ചിലർ വിളിച്ചു ചോദിക്കുന്നുണ്ട്, സ്വാമി വശകർമ്മം ചെയ്യുമെന്നൊക്കെ വിളിച്ചു ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. വശകർമ്മം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊന്നല്ല, അത് അതിൻ്റേതായ പവിത്രമായിട്ട് കാണുക. അതിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രം വശകർമ്മം സ്വീകരിക്കുക. പറഞ്ഞ് മനസ്സിലായ? അല്ലാണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഒരു വശകർമ്മം ഒരാൾ ചെയ്തു തരും, 5000 കൊടുത്താൽ ചെയ്തു തരും, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുത്താൽ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങൾക്കും ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുക. അത്രയ്ക്കൊന്നും അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വശകർമ്മമൊക്കെ ഉപയോഗിക്കുക. എല്ലാവർക്കും ലാലൂർ ദേവസ്ഥാനം മൂർത്തികളെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ലാലൂർ ദേവസ്ഥാനമേ അഭയം, കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം. ലാലൂർ ദേവസ്ഥാനമേ അഭയം.